ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ചാത്തൻ ഇവിടെ മാത്രമല്ലടാ പിടി, അങ്ങ് കാനഡയിലുമുണ്ട്. ഇപ്പോൾ നമുക്ക് കാനഡയിൽ എങ്ങനെയാണ് ഈ സിനിമ, അതായത് പ്രേമയോഗം എന്ന സിനിമയുടെ പ്രകടനം എന്നൊന്ന് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ കാനഡയിലുണ്ട്. അവർ അവിടുന്ന് അയച്ചു തന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനുവാദമില്ലാതെ, അതായത് മിക്ക വിദേശ രാജ്യങ്ങളിലും അങ്ങനെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അവരോട് പോയി ചോദിക്കണം ഒരു വീഡിയോ എടുക്കണമെങ്കിലൊക്കെ. അപ്പോൾ ആ ഒരു റിസ്ക് ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവിടുത്തെ തിരക്ക് മാത്രം നമ്മളൊന്ന് എടുക്കുകയാണ്. ആളുകളുടെ അല്ല, വണ്ടി പാർക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ കൂടിയാണ്. ഈ സിനിമ 15 മുകളിലുള്ള സെൻറ്ററുകളിലാണ് കാനഡയിൽ പോകുന്നത്. കാനഡയിൽ മികച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ് സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. മിക്ക ദിവസങ്ങളിലും സിനിമയ്ക്ക് ഹെവി തിരക്ക് തന്നെയാണെന്നാണ്, അത് വർക്കിംഗ് ഡേ ആണെങ്കിലും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് എന്നാണ് അറിയുന്നത്. വുഡ് സൈഡ് സിനിമാസിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കിട്ടിയിരിക്കുന്നത്. അവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെ സിനിമ കാഴ്ചവെക്കുന്നു. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നു ഈ ഒരു സിനിമ. മലയാളികൾ മാത്രമല്ല, അന്യ സംസ്ഥാനക്കാരും ഇഷ്ടപ്പെടുന്നു. അതിനകത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് തെലുങ്ക് തമിഴിനൊക്കെ വേണ്ടി അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. കോം സ്കോർ ഓൾറെഡി നമുക്ക് റിപ്പോർട്ട് തന്നിരുന്നു. അതായത് 4 ദിവസം കൊണ്ട് മാത്രമായിട്ട് 15 ലൊക്കേഷൻസിൽ നിന്ന് 1,03,000 മുകളിലുള്ള ഡോളറുകളാണ് അവിടുന്ന് ലഭിച്ചിരിക്കുന്നത്. മികച്ച ഒരു ഓപ്പണിംഗ് തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. അതായത് കാനഡയും USA കൂടെ ചേർന്നിട്ട് 1,97,992 ഡോളേഴ്സായിരുന്നു 4 ദിവസം കൊണ്ട് നേടുന്നത്. അതായത് 1,64,00,000 രൂപ. അതായത് ഇന്ന് ഈ 6 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തീർച്ചയായും 2 കോടി 2.25 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എന്താണേലും അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമ അവിടെയും പ്രകടനം കാഴ്ചവെക്കുന്നത്. സമീപകാലത്തെല്ലാം മമ്മൂട്ടി സിനിമകളും ഈ രീതിയിൽ തന്നെയാണ് അവിടുത്തെ പ്രകടനം. അതായത് മിക്ക മമ്മൂട്ടി സിനിമകൾക്കും അവിടെ നിറഞ്ഞു കവിയുന്നു തിയേറ്ററുകൾ എന്ന് തന്നെയാണ്. ബാക്കി ഏത് സിനിമ വന്നാലും അത്രത്തോളം എത്തുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാം, വീണ്ടും പ്രേമയോഗം മറ്റൊരു മമ്മൂട്ടി സിനിമ വരുമ്പോൾ നമുക്ക് പറയാം, ചാത്തന് കേരളത്തിൽ മാത്രമല്ല പിടി, അങ്ങ് കാനഡയിലും USA-യിലും എന്ന് വേണ്ട റിലീസ് ചെയ്യുന്ന എല്ലായിടത്തും ഈ ചാത്തന് പിടിയുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പിടി തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കേരളത്തേക്കാൾ കൂടുതലായിട്ട് സിനിമയ്ക്ക് അവിടുന്ന് കളക്ഷൻ വരുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. കാനഡയിൽ ആരെങ്കിലും ഉണ്ട് ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരാം. എന്താണെങ്കിലും താങ്ക്സ് പറയുന്നു നമ്മുടെ സുഹൃത്തുക്കൾക്ക്. ഗ്രേറ്റ് മീഡിയാസ്.